കെ രാജൻ നമുക്കൊപ്പം ചേരുന്നു. മിനിസ്റ്റർ, മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഇപ്പോഴും ഒരുപാട് പേര് 250-ലേറെ പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്ന ഒരു സാഹചര്യം കൂടി വയനാട്ടിൽ നിന്ന്. അപ്പോൾ പ്രധാനപ്പെട്ട നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മുന്നിലുള്ളത് ഇവരെ എങ്ങനെ, കുടുങ്ങിക്കിടക്കുന്നവരെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ളത് തന്നെയാണോ? അതിന്റെയുള്ള ഈ വെല്ലുവിളികളൊക്കെ സർക്കാർ അഡ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ല, തീർച്ചയായിട്ടും രാവിലെ നമ്മൾ സുളൂരിൽ നിന്നുള്ള പ്രത്യേക എയർഫോഴ്സ് സംഘത്തിന്റെ 2 ഹെലികോപ്റ്ററുകൾ കൊണ്ടുവന്നെങ്കിലും ഇവിടത്തെ പ്രതികൂലമായ സാഹചര്യം കൊണ്ട് അതിന്റെ മുകളിലേക്ക് പോകാൻ കഴിയാത്ത വിധം അവര് നിൽക്കുകയാണ്. കോഴിക്കോട് നിന്ന് മാത്രമേ അവർക്ക് പ്രതികരിക്കാനാകുന്നുള്ളൂ എന്ന പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ കാലാവസ്ഥയുടെ പ്രയാസം നമുക്ക് ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ എയർ ലിഫ്റ്റിംഗ് എന്ന സംവിധാനത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നില്ല. ഇപ്പൊ നമുക്ക് ഏറ്റവും അടിയന്തരമായി ലഭ്യമാകുന്ന ഒരു വിവരം MEG-യുടെ അതായത് മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ ഒരു ബെയിലി ബ്രിഡ്ജ് 85 അടി നീളത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ബെയിലി ബ്രിഡ്ജുമായി അവിടെ നിന്ന് ഒരു സംഘം ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് എന്ന് സംസ്ഥാന സർക്കാരുമായി സംസാരിക്കാൻ ഇടവന്നു. അതോടൊപ്പം തന്നെ കണ്ണൂരിലെ INS സാമ്രാജ്യവുമായി അവിടെ നിന്ന് വരുന്ന ഒരു സംഘം കൂടി തിരിച്ചിട്ടുണ്ട്. പുഴയ്ക്ക് ഏതെങ്കിലും വീതി കുറഞ്ഞ ഭാഗത്തു കൂടി അങ്ങോട്ട് കടക്കാനുള്ള ഒരു താൽക്കാലിക ബ്രിഡ്ജ് എന്നുള്ളതാണ് ഇപ്പോ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. NDRFന്റെ 10 അംഗങ്ങൾ അടങ്ങുന്ന ഒരു ടീമിന് അങ്ങോട്ട് കടക്കാനായിട്ടെങ്കിലും വിവരങ്ങൾ അതത് സമയം ലഭ്യമല്ലാത്ത വിധത്തിലുള്ള സാങ്കേതിക പ്രയാസങ്ങളും നേരിടുന്നുണ്ട്. എന്തായാലും ഞങ്ങളൊരു 10 മിനിറ്റിനുള്ളിൽ മന്ത്രിമാരുടെ സംഘം ഇപ്പോ അവിടെ ചൂരൽമലയിലെ ക്യാമ്പിലെത്തും. നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട 2 മന്ത്രിമാർ അവിടെയുണ്ട്. ഞങ്ങൾ കൂടി ചെന്നതിന് ശേഷം കൂടുതൽ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് അങ്ങോട്ട് കടക്കുക, അവിടെ നിന്ന് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ ഏറ്റവും സുരക്ഷിതരായി തിരിച്ച് നമ്മുടെ വഴിയിലേക്ക് യാത്രാ സഞ്ചാര മാർഗത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മിനിസ്റ്റർ, ഒരല്പം മുൻപ് മുണ്ടക്കൈയിൽ വീണ്ടും ഉരുൾപൊട്ടി എന്നുള്ള റിപ്പോർട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. അത് ഈ മന്ത്രിമാരും രക്ഷാപ്രവർത്തകരും ഒക്കെയുള്ള സ്ഥലത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിൽ, അതായത് തുടർ ഉരുൾപൊട്ടലുകൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യം, കാലാവസ്ഥ ഒട്ടും ആശ്രയിക്കാവുന്ന ഒരു രീതിയിലല്ല അത്. ഈ രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളി, അവിടെ ഈ ചെല്ലുന്നവർക്ക് തന്നെ തുടരാൻ കഴിയുമോ എന്നുള്ളൊരു വലിയ വെല്ലുവിളി അത് അനുഭവിക്കുന്നുണ്ടോ, അത് നേരിടുന്നുണ്ടോ സർക്കാർ? ആ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ പ്രത്യേക നിർദ്ദേശമില്ലാതെ ഈ കേന്ദ്രത്തിലേക്ക് വരരുത് എന്ന് ഇപ്പോഴത്തെ ഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ട്. പരമാവധി ട്രെയിൻഡ് ആയിട്ടുള്ള ഫോഴ്സിനെയാണ് നമ്മൾ ഈ ഘട്ടത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം പ്രാദേശികമായ പ്രത്യേകതകൾ അറിഞ്ഞ് ഏതെങ്കിലും വിധത്തിൽ അങ്ങോട്ട് കടക്കാനുള്ള മാർഗങ്ങൾ അറിയാവുന്ന ആളുകൾ ഈ വിധത്തിൽ ഒന്ന് പരിമിതപ്പെടുത്തുകയാണ്. വാഹനങ്ങൾ പൂർണ്ണമായി ഇങ്ങോട്ട് വന്നാൽ വഴി നീളെ അത് പാർക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായി നമുക്ക് അത്യാവശ്യം എത്തിച്ചേരേണ്ട ആളുകൾക്ക് എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകും. എല്ലാ പരിശ്രമങ്ങളും, മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുമ്പോഴും നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തോരാത്ത മഴയും അതോടൊപ്പം തന്നെ രൗദ്രഭാവത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയുടെ ഭീകരതയും നമുക്കൊരു തടസ്സമായി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ മറികടക്കാൻ കഴിയുന്ന ഏതെങ്കിലും സംവിധാനം ഉണ്ടാക്കുക എന്ന് മാത്രമേ നമുക്ക് ഇപ്പോ കരടീയമായ കാര്യമുള്ളൂ. എന്തായാലും ഞങ്ങളൊന്നുകൂടി അവിടെ ചെന്നിരുന്ന് ഈ സ്ഥലത്ത് എത്താവുന്നിടത്ത് മാക്സിമം എത്തി ആളുകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ എന്ന് നോക്കാം. സ്ഥലം MLA കൂടി NDRF സംഘത്തിനോടൊപ്പം ഇപ്പോ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. അവരും കൂടി നൽകുന്ന റിപ്പോർട്ടുകൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങൾ ചെന്നതിന് ശേഷം ഏറ്റവും പെട്ടെന്ന് ചെയ്യാവുന്നതാണ് എന്ന് നോക്കുക ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. മിനിസ്റ്റർ, ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടിയിലേക്ക് കടക്കുകയാണ് എന്ന് വ്യക്തമാണ്. മുകളിൽ നിന്നുള്ള ഉത്തരവ് പോലും ഇല്ലാതെ ആ രക്ഷാപ്രവർത്തനത്തിലാണ് താങ്കളടക്കമുള്ള മന്ത്രിമാരടക്കം എന്നുള്ളതെല്ലാം വ്യക്തമാണ്. അപ്പോഴും ഈ 5 മണിയൊക്കെ കഴിയുമ്പോഴേക്കും മുണ്ടക്കയിൽ ഇരുട്ടായി കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുക ദുഷ്കരമാകുന്ന ഒരു സാഹചര്യം. ഈ യാഥാർത്ഥ്യങ്ങളുടെ നടുവിൽ നിന്നാണല്ലോ നമ്മൾ ഈ പ്രശ്നങ്ങളെ നേരിടുന്നത്. നമുക്ക് തടുക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങളാണ്. 5 മണി കഴിഞ്ഞാൽ ഇരുട്ടാകുന്നു. അതിന് നമുക്ക് വെളിച്ച സംവിധാനങ്ങൾ എങ്ങനെ കൊണ്ടുവരണമെന്ന് ഓർക്കാം. 80 അടി വീതി കുറഞ്ഞ ഒരു പുഴയുടെ ഭാഗമുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ വന്നാൽ രാത്രി മാഷിങ്ങിന്റെ സാധ്യത എന്ത് എന്ന് നോക്കാം. ഇപ്പൊ പ്രധാനപ്പെട്ട പ്രശ്നം പുഴയ്ക്ക് കുറുകെ അങ്ങോട്ട് കടക്കാനുള്ള ഏതെങ്കിലും ഒരു മാർഗം, അതാണ് നമ്മുടെ പ്ലാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യം കുടുങ്ങിക്കിടക്കുന്ന രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം തുടർ നടപടികളുടെ ഭാഗമാണ്. ആ കുടുങ്ങിക്കിടക്കുന്നവരെ കരയിലേക്ക്, ഇപ്പുറത്തേക്ക് സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരാൻ ഏതു വഴി എന്നുള്ളതാണ് നോക്കുന്നത്. അതിനായിരിക്കും നമ്മുടെ പ്ലാനിൽ പ്രാധാന്യമുള്ളത്. ആ വിധത്തിൽ ലോകത്തിന്റെ ഏത് മൂലയിലുള്ള സംവിധാനത്തെ ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറാവുകയാണ്. നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ എല്ലാവരും ഇതിനാവശ്യമായിട്ടുള്ള സഹായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആർമിയുടെ സഹായവും നമ്മൾ എല്ലാ അർത്ഥത്തിലും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യസാധ്യമായ
ചെയ്യാൻ വേണ്ടി കഴിയും. അതുപോലെ ഏതെങ്കിലും നിൽക്കാതെ ഇവിടെ തന്നെ ആ വിധത്തിലാണിപ്പോ എന്തായാലും എത്തിച്ചേർന്നതിന് ശേഷം പിന്നീട് പ്രതികരിക്കും. റൈറ്റ്. റവന്യൂ മന്ത്രി കെ രാജനാണ് സംസാരിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭരണകൂടത്തിന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുണ്ടക്കയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുണ്ടക്കയിലും ചൂരൽമലയിലുമായി മരണസംഖ്യ 67 ഉയരുകയും ചെയ്തിരിക്കുന്നു. ഒരു 2 വാർഡുകളൊക്കെയായി 3000-നടുത്ത് ജനസംഖ്യയുള്ള ഒരു സ്ഥലം കൂടിയാണ് മുണ്ടക്കൈ. അപ്പോൾ ഈ 2 ഉരുൾപൊട്ടലിൽ, പ്രത്യേകിച്ച് രണ്ടാമതുണ്ടായ ഉരുൾപൊട്ടലിൽ, വളരെ ശക്തമായിട്ടുള്ള ഉരുൾപൊട്ടലിൽ അതേത് തരത്തിലുള്ള ദുരന്തമാണ് വരുത്തി വെച്ചിരിക്കുക എന്ന് പറയാനാവാത്തൊരു സാഹചര്യം. ഈ നിമിഷത്തിൽ അഡ്രസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. ഔദ്യോഗികമായി 250ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരം വരുമ്പോൾ, പക്ഷേ അനൌദ്യോഗികമായി അത് 1000-ന് മുകളിലാകാനുള്ള സാധ്യതയുണ്ട് എന്ന രീതിയിലാണ് ജനങ്ങളുടെ പ്രതികരണം വരുന്നത്. എങ്ങനെ ഇവരെ പുറത്തെത്തിക്കാൻ കഴിയും എന്നുള്ളൊരു വലിയ വിഷയം. എയർലിഫ്റ്റിങ്ങിന് വളരെയധികം പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യം. കാലാവസ്ഥ ഒട്ടും അനുകൂലമല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരല്പം മുൻപ്